ഹായ്, വെൽക്കം ബാക്ക് ടു ട്രാവൻകൂർ സ്കൂൾ ഓഫ് യോഗ. സ്വാഗതം പുതിയൊരു വീഡിയോയിലേക്ക്. ഇന്ന് കാലിലെ വേദന മാറ്റാൻ, കാലിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷനൊക്കെ വർദ്ധിപ്പിച്ച് കാലിൻ്റെ വേദന, ഉപ്പൂറ്റി വേദന, പാദങ്ങളുടെ അടിയിൽ കുത്തിപ്പറിക്കുന്ന പോലുള്ള വേദന, അങ്ങനെ ഉള്ള എല്ലാ പ്രശ്നങ്ങളും മാറ്റാൻ സഹായിക്കുന്ന 3 സിമ്പിൾ എക്സസൈസുകളാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. മിക്കവർക്കൊക്കെ അറിയാമായിരിക്കും, എങ്കിലും അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടി ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. ഒത്തിരി പേരിങ്ങനെ കാലിൻ്റെ അസ്വസ്ഥതകൾ അനുഭവിക്കുന്നവരുണ്ട്. അതിപ്പം കൂടുതലും ഒരു 10-60 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കുമാണ് അത് പ്രശ്നങ്ങൾ രൂക്ഷമാകുന്നതെങ്കിലും ഇപ്പോഴത്തെ ഒരു മാറിയ ജീവിത ശൈലിയൊക്കെ വെച്ചിട്ട് ഈവൻ ചെറുപ്പക്കാർക്ക് പോലും ഇങ്ങനത്തെയുള്ള പ്രശ്നങ്ങൾ വരുന്നുണ്ട്. കാരണം അവരങ്ങനെ കൂടുതലായിട്ട് ഉള്ള ആക്ടിവിറ്റീസിലൊന്നും ഏർപ്പെടുന്നില്ല, എക്സസൈസുകൾ കുറവാണ്. അതുപോലെ കൂടുതൽ സമയം ഇരുന്ന് ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഇങ്ങനത്തെയുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പം ഏത് പ്രായത്തിലുള്ളവർക്കാണേലും, സ്ത്രീകൾക്കാണേലും, പുരുഷന്മാർക്കാണേലും എല്ലാവർക്കും ചെയ്യാൻ പറ്റിയ സിമ്പിളായിട്ടുള്ള വ്യായാമങ്ങളാണ് ഇത്. നമ്മുടെ കാലിലേക്കുള്ള രക്തയോട്ടം വർദ്ധിപ്പിച്ച് കാലിൻ്റെ ഇങ്ങനെയുള്ള എല്ലാ അസ്വസ്ഥതകളും മാറ്റിത്തരുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയിട്ട് എല്ലാ ദിവസവും ഒന്ന് ചെയ്ത് നോക്കുക. ഉറപ്പായിട്ട് നിങ്ങളുടെ ഈ കാലിൻ്റെ വേദനയൊക്കെ മാറുന്നതാണ്. പലർക്കും ഉണ്ട് സ്റ്റെപ്പ് കയറാൻ മേലാതെ ബുദ്ധിമുട്ടുന്നവരുണ്ട്, അതുപോലെ മുട്ടിൻ്റെ വേദനയുള്ളവരുണ്ട്. ഇതിൻ്റെ എല്ലാ അടിസ്ഥാന കാരണം എന്ന് പറയുന്നത് കാലിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷനുള്ള കുറവാണ്. അപ്പോൾ അതുപോലെ ഈ കാലിൻ്റെ കാഫ് മസിലും ഒക്കെ സ്ട്രെങ്തൻ ചെയ്യുന്ന ഈ വ്യായാമങ്ങൾ നമ്മുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിനെ സംരക്ഷിക്കുന്നതാണ്. സെക്കൻഡ് ഹാർട്ട് എന്നാണല്ലോ നമ്മുടെ കാഫ് മസിലിൻ്റെ ഭാഗത്തുള്ള സോളസ് മസിലിനെ സെക്കൻഡ് ഹാർട്ട് എന്നാണ് പറയുന്നത്. അപ്പം കാലുവേദന മാറുന്നത് മാത്രമല്ല, നമുക്ക് നമ്മുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തെ സംരക്ഷിക്കാനും ഈ ലഘുവായ എക്സസൈസുകൾ സഹായിക്കും. അതുകൊണ്ട് ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല. അപ്പം ആദ്യമേ തന്നെ ഒന്ന് പറയട്ടെ, നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായും പ്രയോജനപ്പെടും എന്നുള്ളത് കൊണ്ട് തന്നെ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. വീഡിയോ ഫുള്ളായിട്ട് കാണാനും ശ്രമിക്കുക. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇത് വളരെ എളുപ്പത്തിൽ നിങ്ങൾ കിടക്കുന്ന കട്ടിലിൽ ഇരുന്നു കൊണ്ടോ അല്ലെങ്കിൽ ഇതുപോലെ സെറ്റ് ചെയ്ത്, ഞാനിപ്പോൾ സൗകര്യത്തിന് ഇവിടെ സെറ്റിയിലേക്ക് വന്നിരുന്നേ ഉള്ളൂ. നിങ്ങൾ രാത്രി കിടക്കുമ്പോൾ കട്ടിലിൽ തന്നെ വെച്ചോ രാവിലെ വെച്ചോ ഏത് സമയത്തും നിങ്ങൾക്ക് ഈ വ്യായാമങ്ങൾ ചെയ്യാവുന്നതാണ്. ഫസ്റ്റ് ഇപ്പം നേരെ ഇങ്ങനെ ഇരിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഭിത്തിയിലോട്ട് ചാരി ഇരിക്കാം. ബെഡിൽ ഇരുന്നുകൊണ്ട് തന്നെ കട്ടിൽ ഭിത്തിയോട് ചേർത്താണ് ഇട്ടിരിക്കുന്നതെങ്കിൽ നമ്മുടെ ബാക്ക് ഭിത്തിയിലോട്ട് ചേർത്ത് വെച്ച് ഒരു സപ്പോർട്ടോടെ ഇരുന്ന് ചെയ്യാവുന്നതാണ്. പ്രായമായവർക്ക് അതായിരിക്കും കുറച്ചുകൂടി എളുപ്പം. ഒരു സപ്പോർട്ട് വേണ്ടവർക്ക് പില്ലോ വെച്ചിട്ട് സപ്പോർട്ട് ചെയ്യാം. നടുവിനും കൂടെയൊക്കെ വേദനയുള്ളവർക്കാണെങ്കിൽ ഒരു പില്ലോ വെച്ചിട്ട് സപ്പോർട്ട് ചെയ്യുക. അതല്ലെങ്കിൽ നേരെ സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കുക. കാലിങ്ങനെ മുട്ടൊക്കെ ഇതിനോട് ചേർന്നിരിക്കണം. കാലിൻ്റെ മുട്ട് ഇതിലേക്ക് ചേർന്നിരിക്കണം. എന്നിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് വെക്കുക. എന്നിട്ട് ഈ പറയുന്ന പോലെ നിങ്ങൾ ഇതുപോലെ പാദങ്ങൾ മുമ്പോട്ട് നമ്മൾ ഫേസ് ചെയ്ത് വരുത്തുക. ഒരു 3 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക. 1 2 3. എന്നിട്ട് ഓപ്പോസിറ്റ് ഇതുപോലെ വയ്ക്കുക. നന്നായിട്ട് സ്ട്രെച്ച് ചെയ്യുക. വീണ്ടും ഇങ്ങനെ ഹോൾഡ് ചെയ്യുക, വീണ്ടും സ്ട്രെച്ച് ചെയ്യുക, വീണ്ടും ഈ ഒരു മൂവ്മെൻറ്റ് ചെയ്യുക. അപ്പം നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഇങ്ങോട്ട് ഇങ്ങനെ നിങ്ങളുടെ പാദം കൊണ്ടുവരുമ്പോഴും ഇപ്പുറത്തേക്ക് സ്ട്രെച്ച് ചെയ്യുമ്പോഴും എല്ലാം ഈ ഭാഗവും നന്നായിട്ട് വലിയുന്നുണ്ട്. ഈ ഭാഗത്ത് നല്ല പ്രഷർ വരുന്നുണ്ട്. നമ്മുടെ കാഫ് മസിൽ വളരെയേറെ സ്ട്രെങ്തൻ ചെയ്യാൻ സഹായിക്കും. ഇങ്ങോട്ടുള്ള ബ്ലഡ് സർക്കുലേഷനൊക്കെ നല്ല രീതിയിൽ നടക്കാൻ സഹായിക്കും. അപ്പോൾ വേദനയ്ക്കുള്ള ഒരു കാരണമാണ് സർക്കുലേഷൻ കുറവ് എന്നുള്ളത്. അപ്പോൾ അതൊക്കെ മാറാൻ ഈ വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന എക്സസൈസാണ്. ഇനി ഈ ഭാഗം ഇങ്ങനെ ചേർത്ത് വെക്കാൻ ബുദ്ധിമുട്ടുള്ളവർ ഇവിടെ കാൽ മുട്ടിൻ്റെ അടിയിലൊരു കട്ടി കുറഞ്ഞ പില്ലോ തലയണ വെച്ചിട്ട് ഇങ്ങനെ ചേർത്ത് വെച്ച് ഈ ഒരു മൂവ്മെൻറ്റ് ചെയ്യുക. ഇതൊരു 10 പ്രാവശ്യം ചെയ്യുക. ഹോൾഡ് ചെയ്യണം. ഒരു 3 വരെ എണ്ണുന്ന വരെ ഈ പൊസിഷനിൽ ഹോൾഡ് ചെയ്യുക. റിലീസ് ചെയ്ത് സ്ട്രെച്ച് ചെയ്ത് പിടിക്കുക. ഈ സമയം 1 2 3. വീണ്ടും ഇങ്ങോട്ട് 1 2 3. വീണ്ടും 1 2 3. ഈ ഒരു രീതിയിൽ ചെയ്യുക. അത് 10 എണ്ണം ചെയ്യുക. എന്നിട്ട് നിങ്ങൾ കാല് ഇങ്ങനെ ഇട്ട് റിലാക്സ് ചെയ്യുക. വീണ്ടും
അടുത്ത സെറ്റ് ചെയ്യുക. അങ്ങനെ 3 സെറ്റ് നിങ്ങൾ ചെയ്യുക. ഓക്കെ, വളരെ എളുപ്പമല്ലേ? ഒരു സപ്പോർട്ടോടെ ചെയ്യാൻ ശ്രദ്ധിക്കുക, പ്രത്യേകിച്ച് പ്രായമുള്ളവർ. ഇനി അടുത്തത് നിങ്ങളൊരു മാറ്റോ ഒരു പായോ തറയിൽ ഇങ്ങനെ വിരിക്കുക. എന്നിട്ട് ഇതുപോലെ കിടന്നിട്ട് കാൽ ഈ ഒരു പൊസിഷനിൽ വെക്കുക. ഇങ്ങനെ വെക്കുക. തറയിൽ കിടന്നിട്ട് ഇങ്ങനെ തറയിൽ കിടന്നിട്ട് കാല് പൊക്കി, ഒരു ചെയറാണെങ്കിലും മതി, ചെയറേൽ പില്ലോ വെച്ചിട്ട് കാലിങ്ങനെ മുട്ടിൽ തൊട്ടുള്ള ഭാഗം അവിടേക്ക് വയ്ക്കുക. എന്നിട്ട് ഈ പറഞ്ഞ എക്സസൈസ് വീണ്ടും റിപ്പീറ്റ് ചെയ്യുക. 1 സ്ട്രെച്ച് ചെയ്ത് പിടിക്കുക. ബാക്കിലേക്ക് നമ്മളെ ഫേസ് ചെയ്ത് സ്ട്രെച്ച് ചെയ്ത് പിടിക്കുക. ഹോൾഡ് ചെയ്യുക. എന്നിട്ടും നമ്മളെ ഫേസ് ചെയ്ത് കൊണ്ടുവരിക. വീണ്ടും മുമ്പേ പറഞ്ഞ അതേ എക്സസൈസ് തന്നെ ഈ ഒരു പൊസിഷനിൽ കിടന്നുകൊണ്ട് ചെയ്യുക. ഇതും 10 തവണ റിപ്പീറ്റ് ചെയ്യുക. ദെൻ റിലാക്സ് ചെയ്യുക. വീണ്ടും റിപ്പീറ്റ് ചെയ്യുക. അങ്ങനെ 3 സെറ്റ് ചെയ്യുക. ഓക്കെ, അടുത്ത എക്സസൈസ് നിങ്ങൾ ഒരു ഭിത്തിയുടെ സഹായത്തോടെ ഭിത്തിയിൽ കൈ പിടിച്ച് നിന്നിട്ട് ഈ ഒരു മൂവ്മെന്റ്, കാല് ഹീല് നന്നായിട്ട് ഉയർത്തുക, ഹോൾഡ് ചെയ്യുക ഏതാനും സെക്കൻഡ്. ദെൻ ഉപ്പുറ്റ് കുത്തി വിരലുകൾ പാദത്തിൻ്റെ ഭാഗം ഉയർത്തുക. 1 2 3. ദെൻ വീണ്ടും ഇതുപോലെ ഹീൽ ഉയർത്തുക, ഏതാനും സെക്കൻഡ് അതേ പൊസിഷനിൽ നിൽക്കുക. ദെൻ ഹീല് തറയിൽ തൊടുവിച്ച് പാദത്തിൻ്റെ മുൻഭാഗം ഉയർത്തുക. 1 2 3. വീണ്ടും 1 2 3. 1 2 3. ഇപ്പോൾ ഇങ്ങനെ വെക്കുമ്പോൾ നിങ്ങളുടെ കാലിൻ്റെ ഈ ഭാഗമാണ് സ്ട്രെങ്ത് ആകുന്നത്. ഇങ്ങനെ വെക്കുമ്പോൾ മുൻവശം കാലിൻ്റെ ഈ ഭാഗം. അപ്പോൾ ആ എക്സസൈസും നിന്നുകൊണ്ട് കാല് ഉയർത്തുക, ഉപ്പേറ്റി കുത്തുക, ആ എക്സസൈസും 10 തവണ വീതം 3 സെറ്റ് ചെയ്യുക. അപ്പോൾ മനസ്സിലായി കാണുമല്ലോ, വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. തുടർച്ചയായിട്ട് നിങ്ങളൊരു 10 ദിവസം ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കുക. ഉറപ്പായിട്ട് നിങ്ങളുടെ ഈ ഉപ്പൂറ്റി വേദന, പാദത്തിൻ്റെ അകത്ത് കുത്തിപ്പറിക്കുന്ന പോലുള്ള വേദന, മുട്ടുവേദന, അതുപോലെ വേരിക്കോസ് വെയിൻ ഉള്ളവർക്കൊക്കെ ഈ വ്യായാമങ്ങൾ വളരെ ഗുണം ചെയ്യും. ഓക്കെ, അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ടിൽ ദെൻ.